ചേട്ടാ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആവിയായിപ്പോയോ? മൊഴിയെടുക്കാൻ പോയ പോലീസിന് മൊഴിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എന്താണ് ഇതിന്റെ അവസ്ഥ? സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എന്തോ വലിയ ക്രൂരത ചെയ്തു, മഹാപാപം ചെയ്തു, ആരെയൊക്കെയോ കയറി പീഡിപ്പിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു വാർത്തകൾ വന്നത്. ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ മുഖ്യ ശത്രുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ സ്വന്തം ആയിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ചില ആളുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിനിട്ട് ആ സമയത്ത് പണിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ആ സമയത്ത് വന്നൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാനും പോലീസുകാരെ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പരസ്യമായി തല്ലുന്ന പോലീസുകാരുടെ മുഖത്ത് നോക്കി നേർക്കുനേർ വെല്ലുവിളി നടത്താനും ധൈര്യമുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ അടുത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കൺവേ ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസാരിക്കാൻ അറിയാം, വ്യക്തതയോടെ സംസാരിക്കാൻ അറിയാം, ക്ലിയറായി സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വെട്ടാൻ കിട്ടിയ അവസരം എല്ലാവരും ഉപയോഗിച്ചു. ഡിവൈഎഫ്ഐക്കാരൊക്കെ പൊതുനിരത്തുകളിൽ ബോർഡ് വെച്ചത് പീഡന വീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഇവർ നേരെ തിരിച്ച് ഈ പറയുന്ന തോമസ് ഐസക്കിനെ അല്ലെങ്കിൽ മുകേഷിന്റെ വീടിന്റെ മുമ്പ് പോയിട്ട് എന്താ ഈ ബോർഡ് വെച്ചില്ല? മുകേഷിനെതിരെയുള്ളത് എന്താ? റേപ്പ് കേസാണ്, റേപ്പ് കേസ്. മനസ്സിലായോ? ഈ സ്വപ്ന സുരേഷിന് മെസ്സേജ് അയച്ച തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഇവരുടെയൊക്കെ ഈ കഥകൾ പറയുകയാണെങ്കിൽ കോഴിയല്ല കോഴിക്കൂടാണ് എന്ന് പറയേണ്ടി വരും. ഇത് തന്നെയാണ് കോൺഗ്രസ് പല സ്ഥലത്തും ഫ്ലക്സ് അടിച്ചു വെച്ചത്. അവർക്കെതിരെ ഒന്നും ഡിവൈഎഫ്ഐക്ക് സമരം നടത്തണ്ട. നിങ്ങൾ മുകേഷിന്റെ ഒരു കേസ് വെച്ച് ഇതിനെ അളക്കരുത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും SFI നേതാക്കന്മാരൊക്കെ പറഞ്ഞത്. ശരിയാണ്, ആ മുകേഷിന്റെ കേസ് വെച്ച് ഈ കേസിന് അളക്കാൻ പറ്റില്ല. കാരണം മറ്റേത് റേപ്പ് കേസാണ്, ഇത് ഒരു കേസും ഇല്ലെന്നേ. ഇതിലെന്താ? ഇത് ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായി വരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു. ആ ശബ്ദരേഖയെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആർക്കെതിരെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ചിട്ട് പോലീസിന് പോകാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചരിത്രത്തിലാദ്യമായി പരാതിക്കാരെ അന്വേഷിച്ച് പോലീസ് അങ്ങോട്ട് പോവുകയാണ്. ഇത് എന്തുതരം നീതിയാണ്, എന്തുതരം നാടാണ്? നമുക്കൊരു നോക്കൂ ദേവിക, നമ്മളൊരു സ്ഥലത്ത് ഒരു മേർഡർ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. അതിന് ആളെ ഇല്ലെങ്കിൽ, ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആരാണെന്ന് തിരിച്ചറിയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് എന്ത് ചെയ്യും? അങ്ങോട്ട് പോയി പരാതി എടുക്കും, കാര്യങ്ങൾ ചെയ്യും, അവരെ അറിയിക്കും, കേസ് രജിസ്റ്റർ ചെയ്യും. പക്ഷെ ഇത്തരം ഒരു കേസിനകത്ത് ആരാണ് പരാതിക്കാരെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് പോവാണ്. രാഹുൽ മാങ്കൂട്ടം ആരെയെങ്കിലും പ്രേമിച്ചിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിന് ആരോടെങ്കിലും പ്രേമമുണ്ടായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു പ്രേമിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇതൊക്കെ അന്വേഷിച്ചാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പോകുന്നത്. എത്ര നാണം കെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യന് നേരെ ഉണ്ടായി വന്ന ഒരു ശബ്ദ സന്ദേശമുണ്ട്. ഞാൻ പറയട്ടെ, രണ്ടുപേര് തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ബന്ധം ഉണ്ടാവും. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ബന്ധം ഉണ്ടാകുന്ന സമയത്ത് അവർ തമ്മിൽ പല സംഭാഷണങ്ങൾ നടത്തും, പല സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തും. ഇത് പുറത്തുവിട്ടത് പോലും ആ യുവതി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യുവതിയുടെ സുഹൃത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവരെ തപ്പിപ്പോയ ക്രൈംബ്രാഞ്ചിന് അവസാനം എന്താ മനസ്സിലായത്? ഈ രണ്ട് യുവതികളും പറയുന്നു, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾക്ക് മൊഴി നൽകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അതിന് കേസിന് ആസ്പദമായ സംഭവം ഇല്ലെന്നേ. അവർ തമ്മിൽ നടന്ന പേഴ്സണൽ ആയിട്ടുള്ള ചാറ്റും പേഴ്സണൽ ആയിട്ടുള്ള സംസാരവുമാണ് ഇവിടെ ഇത്രയും വലിയ വിഷയത്തിലേക്ക് എത്തിയത്. ഇനി ഒരു യുവ സിനിമാ നടി പറഞ്ഞു അവർക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്താണ്? അവരോട് ഹോട്ടലിൽ എത്താൻ വേണ്ടി പറഞ്ഞു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്തത്. ആളെ പേരൊന്നും ഞാൻ പറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആളെ പേര് ഇത് എന്താ പറയാ, അയാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പറയും, നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിച്ചോളൂ എന്നാണ് പറയുന്നത്. ഈ യുവതി ഇപ്പൊ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്ത്? എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ചോദിക്കട്ടെ, മെസ്സേജ് അയക്കുന്നത് ഇത്ര വലിയ തൂക്കിക്കൊല്ലാൻ പറ്റുന്ന സംഭവമാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ ഒരു സമൂഹത്തിൽ നിന്ന് അകറ്റി, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ അകറ്റി, അയാൾ തൊട്ടുകൂടാത്തവനാണ്, അയാൾ തീണ്ടിക്കൂടാത്തവനാണ്, അയാളെ ബഹിഷ്കരിച്ചു കളയണമെന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്തത്? ഇനി പൊളിറ്റിക്കൽ രംഗത്ത് നിന്നാണ് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, പൊളിറ്റിക്കൽ രംഗത്തായാലും അല്ലെങ്കിലും ആർക്കെല്ലാം എന്തെല്ലാം ബന്ധങ്ങൾ ഉണ്ടാവും, ഏതെല്ലാം തരം പ്രണയങ്ങൾ ഉണ്ടാവും. ഈ ഇവിടെ നടക്കുന്ന ഇപ്പം നമ്മുടെ ഈ സ്റ്റുഡിയോക്കകത്തുള്ള ആൾക്കാർക്ക് എത്ര തരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടായിരിക്കും, ഏതൊക്കെ ആളുകൾക്ക് പ്രണയങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ തപ്പിപ്പോവുകയാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒന്നും കിട്ടാതെ ക്രൈംബ്രാഞ്ച് നാണം കെട്ട് പിന്മാറുന്ന അവസ്ഥയിലേക്ക് പോകും. അവിടെയാണ് ഈ യുവനടിയുടെ മൊഴി. ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ യുവനടിയെ പിടിക്കാം എന്ന് പറഞ്ഞു പോയതാണ്. അവർക്ക് മെസ്സേജ് അയച്ചു എന്ന പേരിൽ ഒരു കേസ് എടുക്കാം. ഞാൻ ചോദിക്കട്ടെ, മെസ്സേജ് അയച്ചതിന്റെ പേരിൽ കേസെടുക്കാൻ വരെ നിർദ്ദേശം നിർവാഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ
അതായത് എനിക്കിപ്പോ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഓക്കെ ശരിയാണ്, IT ആക്ട് പ്രകാരം ഒരു സൈബർ വകുപ്പിട്ട് ഒരു കേസ് എടുക്കാം, അത് സ്വാഭാവികമായി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ഈ കേസ് തോമസ് ഐസക്കിനെതിരെ എടുക്കുന്നില്ല? ഈ കേസ് എന്തേ കടകംപള്ളി സുരേന്ദ്രനെതിരെ എടുക്കുന്നില്ല? സ്വപ്ന സുരേഷിന് മെസ്സേജ് അയച്ച ഇഷ്ടം പോലെ നേതാക്കന്മാരുടെ പരാതി ഉണ്ടല്ലോ. KB ഗണേഷ് കുമാർ എന്ന മന്ത്രിക്കെതിരെ എന്തെല്ലാം ഒരു ഓർമ്മ വന്നു. ആരാ ഞാൻ ഒരാളുടെയും പരസ്യമായ അല്ലെ സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇവിടെ പലതും പറയാൻ ആഗ്രഹിക്കാത്തത്, അല്ല പറയാത്തത്. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് സദാചാര വിചാരണ നടത്തുകയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളും ഈ പറയുന്ന പുരോഗമനവാദികൾ എന്ന് പറയുന്ന DYFIക്കാരും SFIക്കാരും ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ ചേർന്ന് ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് കൊണ്ടുകൊടുക്കാഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത്, പുരോഗമനവാദമാണ് ഇവർ പറയുന്നതെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ആദ്യം ഈ പറയുന്ന മുകേഷിനെ MLA സ്ഥാനം രാജിവെച്ചു പോകാനാണ് പറയേണ്ടത്. അന്ന് പറയുന്നത് കേട്ടു, MLA സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് വേറൊരു കേസിൽ ആ സ്ത്രീ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് റേപ്പ് അല്ലാതാവുന്നില്ലല്ലോ. അതൊരു വലിയ ചോദ്യമാണല്ലോ. അത് ഇവിടെയില്ല. അതുപോലെ തന്നെ തീർത്ത് കാണും, അല്ല സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഇത്തരത്തിൽ മുമ്പ് ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിക്കെതിരെ ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അന്ന് മന്ത്രി രാജിവെച്ചിട്ട് 3 മാസം ശേഷം മന്ത്രി തിരിച്ചെടുത്തു. ആ മന്ത്രി ഇന്ന് ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് ദോഷം ഉണ്ടാക്കിയ വകുപ്പിന്റെ വനംവകുപ്പിന്റെ മന്ത്രിയാ, മനസ്സിലായില്ലേ? അങ്ങനെ പല ആളുകളും സ്വന്തം ഭാര്യയെ ആ തല്ലിയതിന് കേസായി ആ കേസിൽ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞ് ഡിവോഴ്സ് വാങ്ങിപ്പോയ മന്ത്രിയുണ്ട് നമ്മുടെ എവിടെ ഈ പറയുന്ന മന്ത്രിസഭയിൽ. മറ്റൊരു മന്ത്രിക്ക് ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടി, സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടി, അത് അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ അവരാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിചാരണ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതേ എന്താ തെറ്റിയത്? സത്യം അരമൂടി സംസാരങ്ങൾ കേട്ടുകൊണ്ട് ഒരാളെ വിധിക്കാൻ ഇറങ്ങുകയാണ്.